സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്, തേങ്ങ തിരിങ്ങിയതെടുത്തിട്ടുണ്ട്, പുട്ടുകടലയുണ്ട്, വെള്ള എള്ളുണ്ട്, നമുക്ക് കുറച്ച് അവലെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ബായോ. അപ്പം ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഈ നിലക്കടലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ച് അത് ചൂടായി വന്നപ്പോഴത്തേക്ക് നിലക്കടല ആദ്യം ഇട്ട് അത് ജസ്റ്റ് അതിൻ്റെ തൊട്ട് കൂടെ തന്നെ അതൊന്ന് ഇളക്കി ഒന്ന് വരുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുട്ടുകടല ചേർക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പുട്ടുകടലയും ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഇളക്കാം. ഒന്ന് ഇളക്കി വരട്ടെ. പുട്ടുകടല ചേർത്തിട്ടുണ്ട് നമുക്ക്. അപ്പം ഒരുമിച്ച് തന്നെ ഇത് നല്ല മൂത്ത് വരണം. അപ്പം പുട്ടുകടലയും കടലയും കൂടെ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എള്ള് ചേർക്കുകയാണ്. അപ്പോൾ എള്ളും ചേർത്ത് നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് വറുത്ത് കോരണം. വറുത്ത് കോരി ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണം, കാരണം അത് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് ഇനി നമ്മൾ അതുണ്ടാക്കാൻ നോക്കിക്കോ നിങ്ങൾ. നമ്മളിത് ശർക്കരയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും രുചികരമാണ് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ഇത്തിരി വലിയ പാടൊന്നും ഉള്ളതല്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. നമ്മളതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാൻ തന്നെ അടുപ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അവിലൊന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. ഒരുപാട് മൂത്ത് പോണ്ട, എന്നാലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് റാഗി പൗഡറുണ്ട്. അപ്പോൾ റാഗി പൗഡറും കൂടെ നമുക്ക് അതേ പാനിൽ തന്നെ രണ്ടും ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ റാഗി പൗഡറും കൂടെ നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം അതുകൂടെ ചൂടാക്കി മാറ്റാം. നമുക്ക് വേഗത്തിൽ തന്നെ അതൊന്ന് മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരുമിച്ച് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ റാഗി പൗഡറൊക്കെ ഒരുവിധം ഇളക്കി റെഡിയായി വരുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ശേഷം നമുക്കിതൊന്ന് മിക്സിക്കകത്തോട്ട് മൊത്തത്തിൽ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 3 ഐറ്റം ആയിരുന്നല്ലോ. നമ്മൾ കപ്പലണ്ടിയും നിലക്കടലയും വെള്ള എള്ളും കൂടെ നമുക്ക് ആദ്യം ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം 2 ഏലക്കായ കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ അവിൽ ഈ പൊടിച്ച് ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അവിലും റാഗിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് പൊടിച്ചെടുക്കണം. ലേശം ഉപ്പൂടെ ചേർക്കണം. അപ്പം നമുക്ക് അതും കൂടെ റാഗി പൗഡറും കൂടെ നമ്മൾ ചേർത്ത് ഒരുമിച്ച് നമ്മൾ ഒന്നും കൂടെ അത് നല്ലതുപോലെ ഇത് ഒരുമിച്ച് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഞാനിനി പൊടിച്ച ശർക്കരയാണ് ആ പാൻ തന്നെ അടുപ്പി വെച്ച് കുറച്ച് ശർക്കരയും കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ, ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് മെൽറ്റാവട്ടെ. അപ്പം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്ക് ഈ മെൽറ്റാകുന്ന ഈ ശർക്കര വെള്ളത്തിനകത്താണ്, കാരണം ഒത്തിരി പാനിയാക്കത്തില്ല ഞാൻ ഈ ശർക്കര പൊടിച്ചെങ്കിലും അത് ഞാൻ നല്ലതുപോലെ ഇളക്കി അതൊന്ന് തിളച്ചതിന് ശേഷം ഞാനൊന്ന് കാരണം അഴുക്കുള്ള ശർക്കരയെന്നെ അതൊന്ന് അരിച്ചെടുക്കണം. ഇത് അഴുക്കുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ആ തിളച്ചതിനകത്ത് തന്നെ നല്ലൊരു ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ചേരുവകൾ നമുക്ക് ചേർക്കണം. ഒത്തിരി പാനിയാവേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ആ ചേരുവകൾ ചേർത്ത് നമുക്കൊന്ന് ഒരുമിച്ച് മിക്സാക്കി എടുക്കുകയാണേ. കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കാരണം റാഗി പൗഡർ ആയാലും നിലക്കടല ആയാലും അവലായാലും എല്ലാം ഏറ്റവും ബ്ലഡൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മൊത്തം നമ്മുടെ ഈ ശർക്കരയ്ക്കകത്തും ഈ നെയ്യും കൂടെ ചേർത്ത് ആ രണ്ടിനകത്ത് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പം നമ്മൾ തിരിങ്ങി വെച്ചിരുന്ന തേങ്ങയും കൂടെ കുറച്ച് തേങ്ങ മതി കേട്ടോ, അതും കൂടെ മിക്സാക്കി അത് കഴിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് കേട്ടോ, രുചികരമാണ്. അപ്പം നമ്മളതൊന്ന് ഒരുമിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. തീർന്നില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുഴുവനും കാണണം. ഇനി നമ്മളതൊന്ന് റെഡിയാക്കി മിക്സാക്കിയതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് ഉരുളകളാക്കിയാണേ നമുക്ക് ആ ചൂടോടെ ഒന്ന് ചൂട് വിട്ട് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പരത്തി കൈ വെച്ച് തന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഉരുട്ടി പരത്തി നമുക്കിതൊന്ന് ആവിയിൽ നമുക്കൊന്നും കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു സ്റ്റീം പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ്. മൊത്തത്തിൽ നമ്മളതെല്ലാം ഒന്ന് വളരെ വേഗത്തിൽ തന്നെ ഉരുട്ടി നമുക്കൊന്നുകൂടെ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയമായിരിക്കും. അത് കാരണം ഇത്രയും നല്ല എല്ലാ ഐറ്റവും അത്രയ്ക്ക് വൈറ്റമിൻ സാധനങ്ങളായതുകൊണ്ടാണ്. അപ്പം ഞാനിതെല്ലാം ഉരുട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല.
നമുക്ക് ഇതെല്ലാം ഈ തട്ടിലോട്ട് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് പറക്കി വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം, നിങ്ങളിത് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് രുചികരമായിട്ടാണ് ഈ സാധനം. ഈ പിന്നെ പുതിയ റെസിപ്പി എന്ന് പറയാനൊക്കത്തില്ല, നല്ലൊരു സ്നാക്സാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. സ്റ്റീമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം തുറന്ന് നോക്കിയപ്പം എല്ലാം പാകമായിട്ടുണ്ട്. ഏറ്റവും രുചികരമായ ടേസ്റ്റിയായ ഒരു ഫുഡാണ്. ഓക്കെ, താങ്ക്സ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഫുള്ളായിട്ട് കാണണം. നിങ്ങളിതൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, രുചികരമാണ്. ഇത് വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും. താങ്ക്സ്.